വർഷം 1913. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഈ കാലത്ത് തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വഖഫ് ബോർഡുകൾ സ്ഥാപിക്കുകയാണ്. വഖഫ് ബോർഡുകൾ നിലവിൽ വന്ന 10 വർഷങ്ങൾക്ക് ശേഷം 1923 വഖഫുകളെ നിയന്ത്രിക്കുന്നതിനുള്ള ആദ്യ നിയമനിർമ്മാണവും നിലവിൽ വന്നു. ഈ നിയമം അറിയപ്പെട്ടത് ദി മുസൽമാൻ വഖഫ് ആക്ട് 1923 എന്നായിരുന്നു. ഈ നിയമം ലക്ഷ്യമിട്ടത് രാജ്യത്തെ വഖഫുകൾ ശരിയായി കൈകാര്യം ചെയ്യപ്പെടുന്നതിന് ആവശ്യമായ അഡ്വൈസ് നൽകുക എന്നതാണ്. ഇത്രയും കേട്ടപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യം, എന്താണ് വഖഫ് എന്നതായിരിക്കും. എൻ്റർടൈൻമെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് വഖഫ് നിയമത്തെക്കുറിച്ചാണ്. ആദ്യമായി നമുക്ക് വഖഫ് എന്നാൽ എന്താണ് എന്ന് മനസ്സിലാക്കാം. ഇസ്ലാമിക വിശ്വാസപ്രകാരം ഒരു വ്യക്തിക്ക് തൻ്റെ സ്വത്ത് ദൈവത്തിന് സമർപ്പിക്കാൻ കഴിയും. ഈ സ്വത്ത് മതപരമായ കാര്യങ്ങൾക്കോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ ഭക്തിപരമായ കാര്യങ്ങൾക്കോ ഒക്കെയാണ് സമർപ്പിക്കപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഈ സമർപ്പണത്തെ അല്ലെങ്കിൽ ഈ ദാനം ചെയ്യലിനെയാണ് വഖഫ് എന്ന് പറയുന്നത്. ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഒരിക്കൽ ഒരു സ്വത്ത് വഖഫ് ആയി സമർപ്പിക്കപ്പെട്ടാൽ എല്ലാ കാലവും അത് അങ്ങനെ തന്നെ തുടരും എന്നുള്ളതാണ്. ഇക്കാരണത്താൽ തന്നെ പിന്നീട് അത് സ്വന്തം സ്വത്തായി തിരിച്ചെടുക്കാൻ സാധിക്കുന്നതല്ല. അതോടൊപ്പം ഈ വഖഫ് സ്വത്തിൽ നിന്നുള്ള എല്ലാ തരത്തിലുള്ള വരുമാനവും മുൻപ് പറഞ്ഞ മതപരമായ അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി തന്നെ ഉപയോഗിക്കപ്പെടുകയും ചെയ്യും. 1923 ദി മുസൽമാൻ വഖഫ് ആക്ടിന് ശേഷം വഖഫുമായി ബന്ധപ്പെട്ട് 1954-55 കാലഘട്ടത്തിൽ ദി സെൻട്രൽ വഖഫ് ആക്ട് ഇന്ത്യയിൽ നിലവിൽ വരികയാണ്. ഈ നിയമത്തിലൂടെ വഖഫ് പ്രോപ്പർട്ടികൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിനായി സംസ്ഥാന വഖഫ് ബോർഡുകളും അതോടൊപ്പം സംസ്ഥാന വഖഫ് ബോർഡുകളുടെയെല്ലാം തലപ്പത്തായി കേന്ദ്ര വഖഫ് കൗൺസിലും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയാണ്. പിന്നീട് 1995 ഒരു പുതിയ വഖഫ് നിയമം നിലവിൽ വരികയും 2013 ഈ നിയമത്തിൽ ചില ഭേദഗതികൾ വരുത്തുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ത്യയിൽ ഇന്ന് വഖഫ് സ്വത്തുകൾ കൈകാര്യം ചെയ്യപ്പെടുന്നത്. നിലവിൽ ഇന്ത്യയിൽ 30-ലധികം വഖഫ് ബോർഡുകളുണ്ട്. കൂടാതെ ഇന്ത്യയിലുള്ള വഖഫ് സ്വത്തുകളുടെ ആകെ മൂല്യം ഏകദേശം 1.2 ലക്ഷം കോടി രൂപയാണ്. ഇനി നമുക്ക് 2024 വഖഫ് ഭേദഗതി ബില്ലിലേക്ക് വരാം. കുറച്ചു കാലങ്ങളായി നിലവിലെ വഖഫ് ബോർഡുകളുടെ പ്രവർത്തനങ്ങളും വഖഫ് നിയമവുമൊക്കെ കുറേയേറെ ആരോപണങ്ങൾ നേരിടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പരിഹരിക്കുന്നതിനും വഖഫ് ബോർഡുകളുടെ കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയാണ് വഖഫ് അമെൻമെൻറ്റ് ബിൽ 2024 കൊണ്ടുവരുന്നത് എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് അവകാശപ്പെടുന്നത്. ഈ അമെൻമെൻറ്റിലൂടെ ഇനി മുതൽ ഒരു പ്രോപ്പർട്ടിയെ വഖഫ് പ്രോപ്പർട്ടിയാക്കി മാറ്റാൻ വാക്കാലുള്ള എഗ്രിമെൻറ്റിലൂടെ സാധിക്കില്ല. പകരം കൃത്യമായ ഡോക്യുമെൻറ്റേഷനിലൂടെ മാത്രമേ അത് സാധിക്കൂ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഭാവിയിൽ വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉടലെടുത്താൽ ഈ ഡോക്യുമെൻറ്റേഷനിലൂടെ അത് ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും. അടുത്തതായുള്ള ഒരു കാര്യം, ഏതൊരാൾക്കും ഏതൊരു പ്രോപ്പർട്ടിയും ഇനി വഖഫ് ആക്കി മാറ്റാൻ സാധിക്കില്ല. മറിച്ച് ഇസ്ലാം മതം 5 വർഷത്തോളം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു പ്രോപ്പർട്ടി വഖഫ് ആക്കി മാറ്റാൻ സാധിക്കൂ. മാത്രമല്ല, ഈ പ്രോപ്പർട്ടി അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയുമായിരിക്കണം. കൂടാതെ പ്രൈവറ്റ് വഖഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട പിന്തുടർച്ചാവകാശം വിപുലീകരിക്കുന്നതും ഈ ഭേദഗതിയുടെ ഒരു ഭാഗമാണ്. അതുപോലെ വഖഫ് ബോർഡുകളുടെ ഘടനയും ചില മാറ്റങ്ങൾ സർക്കാർ ലക്ഷ്യമിടുന്നു. അതായത് വഖഫ് ബോർഡിൽ അമുസ്ലിം ആയവരുടെ പങ്കാളിത്തവും മുസ്ലിം സ്ത്രീകളുടെ പങ്കാളിത്തവും കൊണ്ടുവരണമെന്ന് ഈ ഭേദഗതിയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കൂടാതെ വഖഫുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് രൂപീകരിക്കപ്പെട്ട
വഖഫ് ട്രൈബ്യൂണലുകളുടെ ഘടനയിലും ഈ ഭേദഗതി മാറ്റങ്ങൾ നിഷ്കർഷിക്കുന്നു. മാത്രമല്ല, നിലവിൽ വഖഫുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ ട്രൈബ്യൂണലുകളുടെ തീരുമാനം അന്തിമമാണ്. എന്നാൽ 2024 ഈ ഭേദഗതിയിലൂടെ ട്രൈബ്യൂണലുകളുടെ തീരുമാനത്തിനെതിരെ 90 ദിവസത്തിനുള്ളിൽ കോടതിയിൽ അപ്പീൽ പോകാനും സാധിക്കുന്നതാണ്. ഇനി മറ്റൊരു കാര്യം, വഖഫ് പ്രോപ്പർട്ടിയും സർക്കാർ പ്രോപ്പർട്ടിയും തമ്മിൽ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള അനിശ്ചിതത്വം ഉണ്ടായാൽ ആ പ്രോപ്പർട്ടിയുടെ അവകാശം വഖഫിനാണോ അതോ സർക്കാരിനാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം പ്രദേശത്തെ കളക്ടർക്ക് നൽകാനും ഭേദഗതി നിഷ്കർഷിക്കുന്നു. അതുപോലെ നിലവിൽ വഖഫ് സർവേ നടത്താനായി ഒരു സർവേ കമ്മീഷണറെയും അഡീഷണൽ കമ്മീഷണർമാരെയും നിയോഗിക്കണമെന്ന് നിലവിലെ നിയമം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്നാൽ ഈ അമെൻമെൻറ്റിലൂടെ ഇവർക്ക് പകരം ഇത്തരത്തിലുള്ള സർവേ നടത്താനുള്ള അവകാശവും ജില്ലാ കളക്ടർക്ക് നൽകപ്പെടുന്നു. നിലവിൽ ഒരു പ്രോപ്പർട്ടി വഖഫ് ആണോ എന്ന് നിർണ്ണയിക്കാനുള്ള അവകാശം വഖഫ് ബോർഡിനാണുള്ളത്. എന്നാൽ ഈ അമെൻമെൻറ്റിലൂടെ വഖഫ് ബോർഡിൻ്റെ ഇത്തരത്തിലുള്ള അധികാരവും എടുത്തു കളയാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഈ ഭേദഗതികൾക്ക് പുറമെ മറ്റനവധി മാറ്റങ്ങളും 2024 വഖഫ് അമെൻമെൻറ്റ് ബിൽ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് കേരളത്തിലെ മുനമ്പം പ്രശ്നത്തിലേക്ക് വരാം. സിദ്ദിഖ് സേഠ് എന്നയാൾ 1950 കാലഘട്ടത്തിൽ കോഴിക്കോട് ഫറൂഖ് കോളേജിന് സൗജന്യമായി നൽകിയ ഭൂമിയാണ് മുനമ്പം ഉൾപ്പെടുന്ന മേഖലകൾ. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കോളേജ് അധികൃതർ ഈ ഭൂമി തങ്ങൾ ഉപയോഗിക്കാത്തതിനാൽ മറ്റു പലർക്കായി വിലയ്ക്ക് വിൽക്കുകയാണ്. ഈ വിൽപ്പനയിലൂടെ കോളേജിന് ഏതാണ്ട് അന്ന് 33 ലക്ഷം രൂപ ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ 2008 വഖഫ് സംരക്ഷണ വേദി എന്ന ഒരു സ്വതന്ത്ര സംഘടന ഈ സ്ഥലം വഖഫ് പ്രോപ്പർട്ടി ആണെന്നുള്ള ഒരു അവകാശവാദവുമായി മുന്നോട്ട് വരികയാണ്. ഇതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ 1950 സിദ്ദിഖ് സേഠ് ഫറൂഖ് കോളേജിന് ഈ ഭൂമി വഖഫ് ആയാണ് നൽകിയത് എന്ന് തെളിയുകയാണ്. പിന്നീട് 2019 സർക്കാർ ഈ ഭൂമി വഖഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്യുകയാണ്. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും അവിടെ താമസിച്ചിരുന്ന ജനങ്ങൾ അറിഞ്ഞിരുന്നില്ല. പിന്നീട് തങ്ങൾ താമസിക്കുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട് പോക്കുവരവ് നടത്താനോ വായ്പയെടുക്കാനോ കരമടയ്ക്കാനോ ഒന്നും പറ്റാതെ വന്നപ്പോഴാണ് തങ്ങൾ പണം കൊടുത്തു വാങ്ങിയ ഈ ഭൂമി വഖഫ് ആക്കി മാറ്റിയിരിക്കുന്നുവെന്ന് ഈ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, തങ്ങളോ തങ്ങളുടെ പൂർവികരോ വില കൊടുത്തു വാങ്ങി കാലാകാലങ്ങളായി താമസിച്ചു വരുന്ന ഭൂമി വഖഫ് എന്ന പേരിൽ മാറ്റപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് ഇന്ന് ചെറായി മുനമ്പം പ്രദേശത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത്. ഇനി ഈ പ്രശ്നത്തിനുള്ള പരിഹാരം നാം കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്.